ഞാൻ നേരത്തെ എഴുന്നേക്കണം, എല്ലാ പണികളും എടുക്കണം എന്ന നിർബന്ധമൊന്നും എന്റെ അമ്മയ്ക്കില്ല. കല്യാണം കഴിഞ്ഞുള്ള ജീവിതം അത്ര എളുപ്പമല്ല. അതും ഇപ്പൊ ആസ്വദിച്ചോ മോളെ എന്നുള്ള മൈൻഡാണ് അമ്മയ്ക്ക്. തുണി ഉണക്കി ഉണക്കി വയ്ക്കാൻ കഴിയും. എന്ന് വെച്ച് ഞാൻ മടിച്ചല്ല കേട്ടോ. പക്ഷെ അമ്മ പറയണ കാര്യങ്ങള് ശരിയാന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അമ്മേനെ മാത്രം പണിയെടുപ്പിക്കുന്നത് ശരിയല്ലല്ലോ. നമുക്കെന്തായാലും അടിച്ചുവാരി തുടയ്ക്കണം. അപ്പൊ എന്തായാലും മൊത്തത്തില് പൊടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഒന്ന് ഒതുക്കി വെക്കണം. റൂമ് ഫുൾ അലങ്കോലായിട്ട് കിടക്കാണ്. അപ്പൊ അവിടുന്ന് തന്നെ ആദ്യം നമുക്ക് തുടങ്ങാം. സത്യം പറഞ്ഞാൽ എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ചെയ്യും. എന്റെ പുറകിൽ നിന്ന് അത് ചെയ്യ്, ഇത് ചെയ്യെന്ന് പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടമേ അല്ല. ഒട്ടുമിക്ക പേർക്കും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതോ എനിക്ക് മാത്രമാണോ അങ്ങനെ? കുറച്ചു നേരം പണിയെടുത്തപ്പോ തന്നെ എനിക്ക് മടുത്തു ട്ടോ. പിന്നെ കുറച്ചു നേരം ഇരുന്നു. പതിയെ വീണ്ടും തുടങ്ങി. ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു ഐറ്റാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കിത് ഈ ക്ലാസ് ക്ലീൻ ചെയ്തുകൊണ്ടാണ് ട്ടോ തുടങ്ങിയത്. നിറച്ചു പൊടിയായിരുന്നു. അപ്പൊ അത് ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ യൂസ് ചെയ്ത മസ്കാരകളാണ് ഇതൊക്കെ. ഇതൊക്കെ എവിടെ എന്തിനെടുത്ത് വെച്ചൂന്ന് എനിക്കറിയില്ല. പിന്നെ ഡേറ്റ് കഴിഞ്ഞ ഒരു സൺസ്ക്രീൻ. എപ്പോഴോ മേടിച്ചത്. പിന്നെ നമ്മൾ ക്ലീനിങ്ങിലേക്ക് അങ്ങോട്ട് തുടങ്ങി ട്ടോ. നമുക്ക് ഈ ദേഷ്യം കൂടുമ്പോ, വിഷമം വരുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ജോലി ചെയ്യണവരെ കണ്ടിട്ടില്ലേ? ഞാൻ ആ ഒരു കൂട്ടത്തിൽ പെടും ട്ടോ. കാരണം ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം, ദേഷ്യമൊക്കെ വരുമ്പോ ഈ അലമാരിയിൽ നമ്മള് അടക്കി പെറുക്കി വെച്ചിട്ടുള്ള എല്ലാ തുണിയും വലിച്ച് വാരാണ്ടിടും. എന്നിട്ട് ആദ്യം പൂദ്യം ഇതൊക്കെ ഒതുക്കി മടക്കി തിരിച്ചു കയറ്റി വെക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകതര അസുഖം എനിക്കുണ്ട്. അപ്പൊ നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശം ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് അടക്കി പെറുക്കി കുറേ സാധനങ്ങൾ ഇതിൽ ഒതുക്കി വെച്ചു കേട്ടോ. സത്യം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ്നെസ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു റൂമും ആ സ്ഥലമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഒരു പ്രത്യേക മനസ്സുഖമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ കൂടി ഉണ്ട്. അത് മടക്കി അവിടെ ക്ലീൻ ആക്കി വെക്കാം. സാധാരണ മടി പിടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാറില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട്. നമ്മുടെ സ്വന്തം വീട്ടിലല്ലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കിയ റൂം അടിപൊളിയായില്ലേ?